കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചന പഠനവുമായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ച റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ സെഷൻ ക്രമീകരിപ്പാൻ ദൈവോടെയാക്കി. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഈ നാളുകളിൽ കോവിഡൊക്കെ കഴിഞ്ഞ് ആളുകൾ കുറച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ അറ്റൻഡൻസിലും വളരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും സാരമില്ല, ഫ്രീ ആയിട്ടുള്ളവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ അനുഗ്രഹകരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖന പഠനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനത്തെക്കുറിച്ചൊരു ജനറൽ ഇൻട്രോഡക്ഷൻ നമ്മൾ കണ്ടു. ആദ്യത്തെ 7 വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് റോമാലേഖനം അത് രൂപാന്തരം വരുത്തിയ ചില വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. കൂടാതെ റോമാലേഖനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, അത് എന്ന് എഴുതപ്പെട്ടു, അത് ആർക്കാണ് എഴുതിയത്, ആരാണ് എഴുതിയത്, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷനിൽ കണ്ടു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ആദ്യത്തെ 7 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ ആ സല്യൂട്ടേഷനാണ്. റോമിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ സല്യൂട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വന്ദനം പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. സുവിശേഷം ദൈവത്താൽ നൽകപ്പെട്ടതാണ്, സുവിശേഷത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്നിങ്ങനെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. അത് പ്രവാചകന്മാരാൽ നൽകപ്പെട്ടതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. കൂടാതെ നമ്മൾ പൗലോസ് തന്നെ പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ കണ്ടു. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ടവനാണ്, അപ്പോസ്തലനാണ്, മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ദാസനാണ്, ബോൺ സെർവൻ, തന്നെത്താൻ ഒരു അടിമയെ പോലെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തിയത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ തുടർന്നുള്ളതായ വേദഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാമെന്നാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും ദൈവവചന പഠനത്തിനായിട്ട് ഒരുക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 3 ഭാഗങ്ങൾ പഠിക്കാനായിട്ട്, 3 കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഈ റോമിലെ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ഒരു കൺസേൺ ആണ് ആദ്യത്തെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആ സഭയെക്കുറിച്ച്, റോമിലെ സഭയെക്കുറിച്ച് തന്റെ താല്പര്യം, തനിക്കുള്ളതായ അവരോടുള്ള ഇഷ്ടം, അവരെ കുറിച്ച് തന്നെ മനസ്സിലുള്ള കൺസേൺ പൗലോസ് അപ്പോസ്തലൻ, അവർക്ക് തന്റെ ജീവിതത്തിൽ ഒരു പരിഗണനയുണ്ട്, വിശ്വാസികൾ എന്ന നിലയിൽ തന്റെ ജീവിതത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് ഒന്നാമതായി പൗലോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് പറയുന്നത്. രണ്ടാമതായി 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തോട് തനിക്കുള്ളതായ കമ്മിറ്റ്മെന്റ്, തന്റെ സമർപ്പണത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സുവിശേഷത്തെ കുറിച്ചുള്ള തന്റെ പ്രശംസ, ആ വിഷയമാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 17-ാം വാക്യമാണ് ഈ പുസ്തകത്തിന്റെ തന്നെ ഒരു ജനറൽ തീമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ 17-ാമത്തെ വാക്യം നമ്മൾ അല്പസമയം എടുത്ത് ചിന്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. ഈ 3 കാര്യങ്ങൾ ഇന്നത്തെ വചന പഠനത്തിൽ നാം കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരെ കുറിച്ച് തന്റെ ഹൃദയത്തിലുള്ളതായ കൺസേൺ ആണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ
ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരെ, ആ റോമിലെ വിശ്വാസികൾ, അവർ തന്റെ ഹൃദയത്തിൽ അവർക്കുള്ളതായ സ്ഥാനത്തെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പങ്കുവെക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഇടമുണ്ടെങ്കിൽ, നമ്മൾ ആ വ്യക്തിയോട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള നമ്മുടെ കൺസേൺ, അതിന്റെ ചില തെളിവുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം. 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു കൺസേൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ തെളിവ് പൗലോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ വ്യക്തികളെ ഓർത്ത്, അവരുടെ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക ആളുകളുണ്ട്. ഇവിടെ പൗലോസ് റോമിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്നാണ്. അതായത് റോമിലെ വിശ്വാസികളുടെ അവരുടെ വിശ്വാസം അത് സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്ന വളരെ വീര്യമേറിയ വിശ്വാസമാണ്, വളരെ ജ്വലിക്കുന്ന വിശ്വാസമാണ്, തീഷ്ണതയുള്ള വിശ്വാസം. പൗലോസ് റോമാക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഒരു നന്മയാണ് പൗലോസ് അപ്പോസ്തലന് ആദ്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരുടെ നന്മയാണോ നമ്മൾ ആദ്യം ഓർക്കുന്നത്? നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അവരുടെ നന്മ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. അവരുടെ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. വി ഹാവ് ടു സീ ദ വെർച്യൂസ് ഓഫ് പീപ്പിൾ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലുള്ള ആളുകൾ, അവർക്ക് എന്താ നന്മയുള്ളത്? ചില ആളുകൾ വളരെ ആർദ്രതയുള്ളവരായിരിക്കും, അല്ലെ? ചില ആളുകൾ വളരെ സ്നേഹമുള്ളവരായിരിക്കും. ചില ആളുകൾ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലും ആത്മാർത്ഥതയുള്ളവരായിരിക്കും. ചിലർ നമ്മളെ സഹായിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കൺസേൺ, അതിന്റെ ഒന്നാമത്തെ തെളിവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാറുണ്ടോ? ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ? ഞങ്ങള് ഒരു കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങള് ആര് പ്രാർത്ഥിച്ചാലും, ഞങ്ങള് മക്കള് പ്രാർത്ഥിക്കും, ഞാന് വൈഫ്, ഞങ്ങളെല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കും. അപ്പൊ ആര് പ്രാർത്ഥിച്ചാലും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി സ്തോത്രം പറഞ്ഞ് ആദ്യം പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നതുകൊണ്ട് സ്തോത്രമെന്ന് ഞാന് എൻ്റെ ഭാര്യ ജിബിക്ക് വേണ്ടി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് ഞങ്ങള് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നന്മയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമതായി പൗലോസ് പറയുന്നത് 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെ രണ്ടാമതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്റെ ഹൃദയത്തിൽ റോമാക്കാരെ കുറിച്ചുള്ളതായ കൺസേൺ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്. നമുക്ക് ഒരാളെ കുറിച്ചുള്ള കൺസേൺ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഭാരങ്ങൾ അതോർത്ത് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവിടെ റോമിലെ വിശ്വാസികളെ കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ യാചിക്കുകയാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ അടുക്കൽ ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല, പ്രത്യേകിച്ച് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് സ്ഥാനമുണ്ടോ എന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗമാണ് ആർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രാർത്ഥിക്കും, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിൽ നാം ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ, ആരുടെയൊക്കെ വിഷയങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നോ, അവർക്കൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളത്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ എന്നോട് ഒരു പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ജയകുമാർ ബ്രദറിന്റെ ജോലിയുടെ വിഷയത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ചുള്ള വിഷയം നമ്മളോട് പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് നമ്മളൊരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതാണ് ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തെ റിവീൽ ചെയ്യുന്നത്. എന്നാൽ ഞാൻ കുറെ നാൾ കഴിയുമ്പോൾ ജയകുമാർ ബ്രദർ എന്നെ വിളിച്ചു പറയുകയാണ്, ബ്രദറെ, ഞാൻ ഇത്രയും നാൾ ജോലി ഇല്ലാതിരിക്കാരെന്ന് അറിയാമല്ലോ അല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അപ്പോ ജയകുമാർ ബ്രദർ പറയാണ്, ഞാൻ അന്ന് മീറ്റിംഗിൽ പ്രാർത്ഥനാ വിഷയം പറഞ്ഞായിരുന്നു, സോറി കേട്ടോ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്നും ആ വിഷയം റീകളക്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, എന്റെ പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹത്തെ ഓർത്തില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ്, ബ്രദറെ, അന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടോ? അതാ മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മെ കുറിച്ചുള്ള കൺസേൺ ആണ്. ഇവിടെ പൗലോസ് റോമാക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് തന്റെ ഹൃദയത്തിലുള്ള ആ കൺസേൺ ഇവിടെ അപ്പോസ്തലൻ പങ്കുവയ്ക്കുകയാണ്. 12ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മൂന്നാമത് നാം വായിക്കുന്നത് അവരെ കാണാൻ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നമ്മൾ തൊട്ടു മുമ്പ് വാക്യത്തിൽ കണ്ടു, അവരുടെ അടുക്കൽ ചെല്ലാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു 12ാമത്തെ വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അവരെ കാണുവാനുള്ള ആഗ്രഹം. ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അവരെ കാണാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവരോട് കൂടെ സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം. ഇവിടെ പൗലോസ് പറയുന്നത് തന്നെയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് വാഞ്ചിക്കുന്നു. ഞാന് ചില വർഷങ്ങൾക്ക് മുൻപ് ദുബായ് CSI കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് ഇവിടെ പോയി. അപ്പൊ എന്റെ വൈഫ് ഞങ്ങളുടെ ഇളയ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ 4 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി. ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് പോയത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറേണ്ട തലേ ദിവസം അവിടെയുള്ള സഹോദരന്മാര് ഒരു ഫാമിലിയോട് കൂടെ ഞാനായിരിക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്റെ ഭാര്യയോട് സംസാരിക്കുകയാണ്. അപ്പോ എന്റെ ഭാര്യയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സഹോദരൻ തിരിച്ചു വരുമ്പോ എന്താ കൊടുത്തുവിടണ്ടേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഭാര്യ പറയുകയാണ്, ഒന്നും കൊടുത്തുവിടണ്ട, ആളെ എത്രയും വേഗം ഒന്ന് വിട്ടാൽ മതി. 8ാം ദിവസം ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാനത്തിന്റെ ഒരു അടയാളമാണ് അവരോട് കൂടെ സമയം ചെലവഴിക്കാൻ, അവരെ കാണാനുള്ളതായ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ? എന്തുകൊണ്ടാണ് പൗലോസ് അവരെ കാണാൻ ആഗ്രഹിക്കുന്നത്? 2 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് പറയുന്നു. ഒന്നാമത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഇവരോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒന്നായിരിക്കും എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഒരു വ്യക്തിയോട് കൂടെ കൂട്ടായ്മയിൽ ഇരിക്കണമെങ്കിൽ, ഒരു വ്യക്തിയോടുള്ള കൂട്ടായ്മ ബന്ധം നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടായ്മ നമ്മളെ കംഫർട്ടബിൾ ആക്കണം, നമുക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശ്വാസികൾ കടന്നു പോകുന്നതായ
പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരോട് ഒരുമിച്ചുള്ള കൂട്ടായ്മയിലൂടെ താനും ആശ്വസിപ്പിക്കപ്പെടുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് ഒന്നാമത് അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ കാരണം അവരോട് ഒരുമിച്ചുള്ളതായ കൂട്ടായ്മയിലൂടെ ഒരു ആശ്വാസം, അന്യോന്യം പങ്കുവെക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നമ്മൾ വായിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട് 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നോ എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം പൗലോസ് അവിടെ പറയുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ പോകാൻ കഴിയാതിരുന്നത്. പൗലോസ് പറയുന്നത് പല കാരണങ്ങൾ ഉണ്ടാകാം, പലപ്പോഴും ഭാവിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഭാവിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല കാരണങ്ങളാൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. ഈ 15-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ പൗലോസിന്റെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. കാരണം സുവിശേഷ വേലയിൽ വളരെ തിരക്ക് പിടിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കുകളുടെ നടുവിലും അവരെ കാണുവാനായിട്ടുള്ള ആഗ്രഹം പൗലോസ് ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് മുടക്കം വന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം AD 49 ഒരു എന്താ പറയാ, ഒരു എഡിക്റ്റ്, റോമൻ എഡിക്റ്റ് ഉണ്ടായി. യഹൂദന്മാരെ എല്ലാം റോമിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം AD 49 അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്ന് പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കണ്ട കാര്യം പറയുകയാണ്. അവര് റോമിൽ നിന്ന് കൊരിന്തിൽ വന്നാണ് താമസിക്കുന്നത്. അപ്പോൾ കൊരിന്തിൽ വന്ന് താമസിക്കുന്ന അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കണ്ടു എന്നിവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവര് റോമിൽ നിന്ന് പോകുന്നത്? യഹൂദന്മാർ റോമാ നഗരം വിട്ടുപോകണം. അപ്പോൾ പൗലോസിന് ഒരുപക്ഷെ റോം സന്ദർശിക്കാൻ ആഗ്രഹിച്ചപ്പോൾ റോമിലേക്ക് പോകാൻ കഴിയാതെ പോയതിന്റെ കാരണം ഇതായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു കാരണമെങ്കിലും ഇതായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാലാമതായി മറ്റൊരു കാര്യം കൂടെ അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നൽകേണ്ടതിന്. നാലാമത് പൗലോസ് പറയുകയാണ്, എന്താണ് പൗലോസിന് അവരെ കുറിച്ചുള്ള കൺസേൺ? ഹി വാണ്ട് ടു ബ്ലെസ് ദം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നൽകേണ്ടതിന്. അവരുടെ വിശ്വാസം ലോകമെങ്ങും പ്രസിദ്ധമാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി പൗലോസ് പറയുകയാണ്, ഇനിയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹം. വിശ്വാസത്തിൽ വളരുവാൻ, ഗ്രോ സ്ട്രോങ് ഇൻ ദ ലോർഡ്, കർത്താവിൽ നന്നായി വളർന്നു വരുവാൻ പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി അവരെ ഉറപ്പിക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പൗലോസ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വല്ല ആത്മിക വരവും നൽകും എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വാസ്തവത്തിൽ പൗലോസ് അവരുടെ ഉദ്ദേശിക്കുന്നതായ ആശയം, പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൃപാവരം കൊടുക്കുക എന്നുള്ള തരത്തിലല്ല ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത് അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരെ കുറിച്ചുള്ളതായ അവരുടെ വിശ്വാസത്തിൽ അവരെ വളർത്തുവാൻ, ബലപ്പെടുത്തുവാൻ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ കൃപാവരം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ്? സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയതാണ്. നമ്മുടെ കൊരിന്ത്യ ലേഖനത്തിന്റെ വാക്യം ഉണ്ടല്ലോ, 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അവിടെ ഈ കൃപാവരം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, അവരെ ഉറപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? അവരുടെ പൊതുപ്രയോജനത്തിനായി. 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 1 കൊരിന്ത്യർ 14:3, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും
പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ ഇവിടെ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ പൗലോസ് പറയുന്ന ഒരു അധ്യായമാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം റോമിലെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമിലെ വിശ്വാസികൾ ആത്മീയമായിട്ട് വളരണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ 4 കാര്യങ്ങളൊന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. 2, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. 3, അവരോട് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ, അവരുടെ അടുക്കൽ ചെല്ലാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 4, അവരെ അനുഗ്രഹിക്കാൻ, ഏതെങ്കിലും നിലയിൽ അവരെ അനുഗ്രഹിക്കാൻ, സാമ്പത്തികമായിട്ടായിരിക്കാം, ആത്മീകമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, ഏതെങ്കിലും നിലയിൽ അവരെ അനുഗ്രഹിക്കുവാൻ, സഹായിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ കുറിച്ച് നമ്മുടെ കൺസേൺ, നമ്മൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഇതാണെന്ന് റോമാലേഖനത്തിലെ പൗലോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ഇവിടെ ഞാൻ ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആണ് യുവാഞ്ചലൈസോമിയ. നമുക്കറിയാം, ബൈബിളിൽ പൗലോസിന് ഒരു രോഗം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. യുവാഞ്ചലൈസോമിയ എന്ന പേര് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പൗലോസിന്റെ ഒരു ഈ രോഗങ്ങളുടെ ഒക്കെ ഗ്രീക്ക് നെയിം പോലെയുണ്ട്, യുവാഞ്ചലൈസോമിയ. പക്ഷെ എന്തായിരുന്നു പൗലോസിന്റെ യഥാർത്ഥ രോഗം? ഒരു രോഗം, ലോകത്തിന്റെ കണ്ണിൽ അതൊരു രോഗമായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷീകരണം. യുവാഞ്ചലൈസോമിയ എന്ന വാക്കിന്റെ അർത്ഥം ടു ഇവാഞ്ചലൈസ്, സുവിശേഷം അറിയിക്കുക. പൗലോസിന്റെ രോഗം അതായിരുന്നു. പൗലോസ് സുവിശേഷം അറിയിക്കാനായിട്ട് നമ്മള് നാടൻ ഭാഷയെ പറയും എന്ന് വെച്ചാൽ അയാൾക്ക് വട്ടാന്ന് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചാകുമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സിക്ക് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സിക്ക് ഓഫ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. എന്ന് പറയുന്ന പോലെ പൗലോസ് ഇവിടെ തന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയാണ്. സുവിശേഷീകരണം, യുവാഞ്ചലൈസോമിയ, രോഗത്തിന്റെ പേര് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് വായിക്കാം ആ ഭാഗം. 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് സുവിശേഷത്തോടുള്ള കമ്മിറ്റ്മെന്റ്, പോൾസ് കമ്മിറ്റ്മെന്റ് ഫോർ ദ ഗോസ്പൽ, സുവിശേഷത്തോടുള്ള പൗലോസിന്റെ സമർപ്പണത്തെ നമുക്ക് ഈ വേദഭാഗത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വേദഭാഗം ഒന്ന് പരിശോധിക്കാം. എന്താണ് പൗലോസിന്റെ കമ്മിറ്റ്മെന്റ്? നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകും. ഒന്നാമത് പൗലോസ് അപ്പോസ്തലന് സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, താൻ സുവിശേഷത്തോട് കടപ്പെട്ടിരിക്കുന്നു, താൻ കടക്കാരനാകുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സമർപ്പണം, സുവിശേഷത്തോടുള്ള പൗലോസിന്റെ സമർപ്പണം എന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ യവനന്മാർ, ബർബരന്മാർ, ഗ്രീക്സ് ആൻഡ് ബാർബേറിയൻ. നമ്മുടെ NIV-യിൽ സിവിലൈസ്ഡ് വേൾഡ് എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോത്ത് ദ സിവിലൈസ്ഡ് വേൾഡ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗ്രീക്ക്
ഗ്രീസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാത്തവരെല്ലാം അവരെല്ലാം വിളിച്ചിരുന്ന ഒരു പേര് കൂടെയാണ് ഈ ബാർബേറിയൻ. ഇന്ന് നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി ബാർബേറിയൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. പക്ഷേ പൗലോസ് അന്ന് അത് ഉപയോഗിക്കുന്നതിന്റെ കാരണം ഗ്രീക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാത്തവരോട്, കാരണം അന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ലാംഗ്വേജ് ആണ് ഗ്രീക്ക്. അപ്പോൾ ഗ്രീക്ക് ലാംഗ്വേജ് സംസാരിക്കുന്നവരോടും ഗ്രീക്ക് ലാംഗ്വേജ് സംസാരിക്കാത്തവരോടും. രണ്ടാമത് പൗലോസ് അവിടെ പറയുന്നുണ്ട്, ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും താൻ കടക്കാരനാകും. അപ്പോ രണ്ടായിട്ട് പൗലോസ് ലോകത്തെ തിരിച്ചാൽ, ഒന്ന് ഗ്രീക്ക് ലാംഗ്വേജ് സംസാരിക്കുന്നവർ, രണ്ട് ഗ്രീക്ക് ലാംഗ്വേജ് സംസാരിക്കാത്തവർ. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കാത്തവരും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. രണ്ട് പറയുകയാണ്, ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. പൗലോസ് പറയുകയാണ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് എന്നാ പറയുന്നത്. അതൊരു ഇന്റലക്ച്വൽ ഡിവിഷനാണ് അവിടെ പൗലോസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ, ലോകത്തോട് മുഴുവൻ സുവിശേഷം നിമിത്തം താൻ കടക്കാരനാണ്. താൻ കടക്കാരനാണ്. പൗലോസ് പറയുന്നത് സുവിശേഷം നിമിത്തം താൻ സകല ലോകത്തോട് കടക്കാരനാണ്. എങ്ങനെയാണ് ഈ കടം വീട്ടാൻ തനിക്ക് കഴിയുന്നത്? To escape from the debt, he is evangelizing the whole world. കടം വീട്ടാൻ പൗലോസ് ചെയ്യുന്നത് ലോകത്തോട് മുഴുവൻ ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരിക്കലെങ്കിലും സുവിശേഷം കേട്ടിട്ടുള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, നാം അത് വിശ്വസിക്കുന്നവരാണെങ്കിൽ, സുവിശേഷം കേൾക്കാത്ത ആളുകളോട് ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കും. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നാം കടപ്പെട്ടിരിക്കുക. നമ്മൾ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാത്തവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുക. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയാൽ എങ്ങനെ കടം വീട്ടുന്നേ? ആരുടെ കയ്യിൽ നിന്നാണോ കടം വാങ്ങിയത് അയാൾക്ക് കടം തിരിച്ചു കൊടുത്ത് കടം വീട്ടും. പക്ഷെ ഇവിടെ സുവിശേഷം നിമിത്തമുള്ള കടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കടം വീട്ടേണ്ടത് അങ്ങനെയല്ല. സുവിശേഷം കേട്ട നമ്മൾ സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം അറിയിച്ചാണ് കടം വീട്ടേണ്ടത്. എന്നോട് സുവിശേഷം പറഞ്ഞ ആളോട് ഞാൻ തിരിച്ചു പറഞ്ഞ് എനിക്ക് കടം വീട്ടാൻ പറ്റൂ? ഇല്ല. സുവിശേഷം കേട്ട നമ്മൾ കേൾക്കാത്തവരോട് അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ കടം വീട്ടേണ്ടത്. ഇവിടെ പൗലോസ് പറയുന്നതാണ്, സുവിശേഷം നിമിത്തം താൻ കടക്കാരനാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കടമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പൗലോസ് ചെയ്തതെന്ന് നോക്കിയാട്ടെ. 15-ാമത്തെ അധ്യായം, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 19, 23, 24 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഈ ഇല്ലൂര്യ എന്ന് പറയുന്നത് എവിടെയാ? അങ്ങനെ ഒരു സ്ഥലം ഇന്ന് നമുക്ക് വേൾഡ് മാപ്പിൽ കാണാൻ കഴിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഇത് അങ്ങ് യുഗോസ്ലാവിയയിലാണെന്ന്. യെരൂശലേമിൽ നിന്ന് യുഗോസ്ലാവിയ വരെ യാത്ര ചെയ്തു എന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. 23-ാം വാക്യത്തിൽ എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പെയിനിലേക്ക് ഉള്ള യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, തന്റെ സുവിശേഷ വേലയുടെ ആ കടം എങ്ങനെയാ പൗലോസ് വീട്ടുന്നത്? പൗലോസ് കടം പരമാവധി വീട്ടാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ കടം വീട്ടുന്നത്? യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശം വരെ വീടാന്തരം കയറി സുവിശേഷം അറിയിച്ചു. ഞാന് ഈ D.L. മൂഡിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. D.L. മൂഡി നടത്തിക്കൊണ്ടിരുന്ന ഒരു സൺഡേ സ്കൂളാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തുടങ്ങിയത് ഒരു സൺഡേ സ്കൂൾ പ്രവർത്തനമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം സൺഡേ സ്കൂൾ മിഷൻ തുടങ്ങിയ സമയത്ത് ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് ഒരു രോഗം ഉണ്ടായി. ആ രോഗം വന്ന് അദ്ദേഹത്തിന് ആ സ്ഥലത്ത് നിന്ന് മാറി തന്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് D.L. മൂഡിയുടെ അടുക്കൽ വന്ന് വേദനയോടെ പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇനി ഒരു 10 ദിവസം കൂടിയേ ഈ പട്ടണത്തിൽ നിൽക്കാൻ സാധിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്.
എന്നാൽ എൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വേദന. DL മൂടി ഒരു കുതിരവണ്ടി അറേഞ്ച് ചെയ്തു. ഈ സൺഡേ സ്കൂൾ അധ്യാപകനും DL മൂടിയും ഈ കുതിരവണ്ടിയിൽ കയറി ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ, ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ വീടുകളിലേക്ക് പോയി. അവരുടെ വീടുകളിൽ ചെന്ന് രക്ഷയെക്കുറിച്ച് സംസാരിച്ചു. അവരുടെ വീടുകളിൽ ചെന്ന് അവരോട് പങ്കുവച്ചു, സുവിശേഷം പറഞ്ഞു. ഒരു കുഞ്ഞു പോലും അത് വിശ്വസിച്ചതായിട്ടോ ഒന്നും പ്രതികരിച്ചില്ല. എല്ലാ വീടുകളിലും പോയി. 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ താൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ യാത്ര അയക്കാൻ വന്നു. ഞാനിത് പറഞ്ഞത് ഈ അധ്യാപകന് താൻ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഭാരം, സുവിശേഷ നിമിത്തം താൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ചിന്ത അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മതിച്ചു. നിങ്ങളിൽ ആരെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകരാണെങ്കിൽ ഈ കഥ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യൂത്ത്സിന് ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ ഈ സംഭവം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് നാളുകൾ കഴിഞ്ഞു കാണും. പക്ഷെ നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് സുവിശേഷ നിമിത്തം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിൽ നമുക്കറിയാം, നാം പാർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതൃദേശമായിരിക്കുന്ന ഭാരതത്തിൽ ഇന്നും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, നിങ്ങൾ കണ്ടു കാണും, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഒരു കടയിൽ ഈ ക്രിസ്മസ് സ്റ്റാർ ഡെക്കറേഷൻ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ വന്ന ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് ക്രിസ്മസ്? അവർക്കറിയില്ല അത് യേശുവിന്റെ ജനനത്തെ ഓർക്കുന്നതാണ്. ചില ആളുകൾ പറയുന്നത് ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ലൈറ്റ്, അല്ലേ? വെളിച്ചങ്ങളുടെ ആഘോഷമായിട്ടാണ് ചിലര് ഇന്നും ക്രിസ്മസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ക്രിസ്മസ് എന്നൊരു ആഘോഷമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു രക്ഷിതാവ്, അതിന്റെ പുറകിൽ ഒരു യേശു ക്രിസ്തുവിന്റെ ജനനമാണെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഭാരതത്തിലുണ്ട്. നമ്മൾ സുവിശേഷം കേട്ട നമ്മൾ അവരോട് കടക്കാരാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഭാരതത്തിലുള്ളവരോട് മാത്രമല്ല, ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ ഉള്ളവരായിക്കൊള്ളട്ടെ. പൗലോസ് ഇവിടെ തന്റെ രാജ്യത്തിന്റെ ബൗണ്ടറി ഒന്നും നോക്കിയല്ല പൗലോസ് യാത്ര ചെയ്തത്. അല്ലെങ്കിൽ തന്റെ ഭാഷ അറിയാവുന്നവരുടെ അടുക്കൽ മാത്രമല്ല പൗലോസ് യാത്ര ചെയ്തത്. യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു. സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. നമ്മുടെ കടം നമ്മൾ വീട്ടുന്നുണ്ടോ? അതോ നമ്മൾ ഇന്നും ആ കടക്കാരായിട്ട് ജീവിക്കുകയാണ്? എൻ്റെ ഭാര്യ എപ്പോഴും പറയും, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അസ്വസ്ഥതയാണ്. എൻ്റെ വിചാരം നമുക്കെല്ലാം അങ്ങനെയാണെന്ന്. ആർക്കെങ്കിലും കടം വീട്ടാൻ നമ്മുടെ കയ്യിൽ നമുക്ക് കടം വീട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെ കളയും, ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിയിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തെ മതിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിന് സുവിശേഷത്തോടുള്ള ഒന്നാമത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയാണ്. അതുകൊണ്ട് അദ്ദേഹം സുവിശേഷ ഘോഷണത്തെ ഒരു ഡ്യൂട്ടിയായി, റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 9:16 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരാളുടെ വലിപ്പത്തിയല്ല കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി, അല്ലേ? ഒരാളുടെ ഡ്യൂട്ടിയാണത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തു കഴിയുമ്പോൾ
അത് വലിയ കാര്യമായിട്ട് നമ്മൾ ആരോടും പറയാറില്ല, അല്ലേ? അത് എൻ്റെ ജോലിയാണ്. പൗലോസ് അത് തന്നെ ഇവിടെ പറയുന്നത്. എനിക്കതിനകത്ത് പ്രശംസിക്കാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പക്ഷേ ഞാൻ അറിയിക്കുന്നില്ലെങ്കിലോ, എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നില്ലെങ്കിലോ, നിങ്ങളുടെ ഓഫീസിൽ ചെന്ന് നിങ്ങൾ ജോലി ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ജോലി ചെയ്തില്ലെങ്കിലോ, അയ്യോ കഷ്ടം. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ കടം എന്നുള്ള വാക്കുകൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും പൂർണ്ണ സമയം സുവിശേഷകരാകണമെന്നല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാം. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം സുവിശേഷം വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്ത വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയോട് സുവിശേഷം പറയാൻ നിങ്ങളാണ് കടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ പള്ളിയിലെ പട്ടക്കാരനോ പാസ്റ്ററോ അല്ല. ആ ഓഫീസിൽ നിങ്ങളെ അയച്ച ദൈവം നിങ്ങളെ ഒരു കടവും നിങ്ങളുടെ ശിരസിൽ വെച്ചാണ് അയച്ചിരിക്കുന്നത്. സുവിശേഷം കേട്ട നാം സുവിശേഷം കേൾക്കാത്തവരോട് കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി പൗലോസ് ഇവിടെ പറയുന്നത്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. രണ്ടാമതായി പൗലോസിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, he was prepared. സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഒരുക്കം, അത് എന്തുമാത്രം ഒരുങ്ങിയിരിക്കുന്നു, എന്നാലാവോളം. ഈ സുവിശേഷത്തോടുള്ള ഒരു സമർപ്പണത്തിന്റെ ഒരു വലിപ്പമാണ്, ഒരു ആഴമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ എന്നാലാവോളം സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു വാക്യമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അറിയിക്കുന്നു. പക്ഷെ എന്നാലാവുന്നിടത്തോളം ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വാക്യം എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ വെല്ലുവിളി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കൂടുതൽ ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് പൗലോസ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന വെല്ലുവിളി. നമ്മൾ സുവിശേഷത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റിന്റെ ഒരു അടയാളമാണ് നമ്മൾ എന്തുമാത്രം സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരവസരം ഉണ്ടാക്കി സുവിശേഷം അറിയിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം വരുന്ന ചിന്ത, എങ്ങനെയെങ്കിലും ഈ വ്യക്തിയോട് സുവിശേഷം പറയാൻ പറ്റുമോ എന്നാണോ? അതാണ് ഒരുക്കം. അതാണ് ഒരുക്കം. ടു മൈ മാക്സിമം, എന്നെ കൊണ്ടാവുന്നിടത്തോളം എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതാണ് പൗലോസിന്റെ കമ്മിറ്റ്മെന്റ്. ആക്ട്സ് 20:24 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസിന്റെ ഒരേ ഒരു കൺസേൺ എന്താണ്? എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണം, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്, യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന്. എത്ര വലിയൊരു കമ്മിറ്റ്മെന്റ് ആണത്. എങ്ങനെയെങ്കിലും സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം അറിയിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഇത് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമോ? നമുക്ക് ഇങ്ങനൊരു പ്രിപ്പയർഡ്നെസ് ഉണ്ടോ? നിങ്ങളൊരു പക്ഷേ എല്ലാവരും വായിച്ചു കാണാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ദ പർപ്പസ് ഡ്രിവൺ ലൈഫ്. റിക് വാറൻ എന്ന ദേവദാസൻ എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിലും എന്നെ ആ ബുക്ക് എൻകറേജ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം, ഈ റിക് വാറൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. റിക് വാറിന്റെ പിതാവ് ക്യാൻസർ രോഗിയായിരുന്നു. ക്യാൻസർ രോഗിയായി കിടക്കയിലാണ്, മരണാസന്നനായി കിടക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അബോധാവസ്ഥയിലാകും, ഇടയ്ക്കിടയ്ക്കൊക്കെ സുബോധത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഈ ഒരു കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് സ്റ്റേജിൽ ഇങ്ങനെ സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഇടയ്ക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ചാടി എഴുന്നേറ്റ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വൺ മോർ സോൾ, വൺ മോർ സോൾ. ഒരാത്മാവ് കൂടെ, ഒരാത്മാവ് കൂടെ, ഒരാളോടുകൂടെ സുവിശേഷം പറയാൻ, ഒരാളെ കൂടെ കർത്താവിന് വേണ്ടി നേടാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ വലിയ കൊതി അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോ പറയുന്ന വാക്ക്.
നമ്മൾ കോൺഷ്യസ് ആയിട്ട് എത്രയോ കാലമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നു. പക്ഷെ നമുക്കിങ്ങനെ ഒരു ഭാരമുണ്ട്. വൺ മോർ സോൾ, വൺ മോർ സോൾ. ഇത് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. മൂന്നാമതായി പൗലോസ് തന്റെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. മൂന്നാമത് പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം പറയാൻ, താൻ ഒരു സുവിശേഷകനാണെന്ന് പറയാൻ, സുവിശേഷം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ പൗലോസിന് യാതൊരു ലജ്ജയില്ല. He was not ashamed of the gospel. പൗലോസ് തന്റെ ജീവിതത്തിൽ സുവിശേഷത്തെ കുറിച്ച് അഭിമാനിച്ചു. ഗലാത്യ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 6:14 പൗലോസ് പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ പൗലോസിന്റെ പ്രശംസാ വിഷയം സുവിശേഷമായിരുന്നു, യേശു ക്രിസ്തുവായിരുന്നു, യേശുവിന്റെ ക്രൂശായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മിൽ പലർക്കും സുവിശേഷം പറയാൻ ലജ്ജയാണ്. എന്നാൽ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആദ്യം യഹൂദനും പിന്നെ യവനും എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ദൈവം ആദ്യം തെരഞ്ഞെടുത്തത് യഹൂദനെയാണ്. യഹൂദനിലൂടെ ലോകത്തിലേക്ക് സുവിശേഷം അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രഫറൻസ് അല്ല, അല്ലെങ്കിൽ രക്ഷയുടെ പെട്ടകത്തിലെ പ്രയോറിറ്റി അല്ല, പ്രീ എമിനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരു ക്ലാസ്സിൽ ടീച്ചർ കൊണ്ടുവന്ന്, ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, ആ 30 കുട്ടികൾക്കും ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ടീച്ചർ ഒരു ബോക്സിൽ ചോക്ലേറ്റുമായിട്ട് വരുന്നു. ആ ചോക്ലേറ്റുമായിട്ട് വരുന്ന ടീച്ചർ തന്നെ 30 പേർക്ക് കൊടുക്കുന്നതിന് പകരം ആ ചോക്ലേറ്റ് ബോക്സ് ക്ലാസ് ലീഡറുടെ കയ്യിൽ, ക്ലാസ് മോണിറ്ററുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ മോണിറ്റർക്കാണോ ഇത് മുഴുവൻ? അല്ല. മോണിറ്ററുടെ ഉത്തരവാദിത്വം എന്താണ്? ഇതാ ക്ലാസ്സിലെ 30 പേരുടെയും കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് പൗലോസ് പറയുന്നത്, ആദ്യം യഹൂദനും പിന്നെ യവനനും. ദൈവം എന്തുകൊണ്ടാണ് യഹൂദനെ തെരഞ്ഞെടുത്തത്? അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ മാത്രമല്ല, അബ്രഹാമിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. അതാണ് ആദ്യം യഹൂദൻ. സുവിശേഷം ആദ്യം യഹൂദന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നല്ലോ. ഉൽപ്പത്തി 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞതാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്, യഹൂദനെ തെരഞ്ഞെടുത്തത്, ഇസ്രായേൽ ജാതിയെ തെരഞ്ഞെടുത്തത്. നമ്മളതിനി 2-ാം അധ്യായത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില വാക്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ആദ്യം യഹൂദൻ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ദൈവം പക്ഷഭേദം കാണിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് പക്ഷഭേദം കാണിക്കുന്നതല്ല, യഹൂദനിലൂടെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. യഹൂദന്മാരുടെ സിനഗോഗുകളിൽ ചെന്ന് പൗലോസും ബർന്നബാസും പ്രസംഗിച്ചു. അതാണ് 13-ാം അധ്യായത്തിലെ വിഷയം. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞിരുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയും. അപ്പൊ ആ ഒരു പ്രീ എമിനൻസ്, ഒരു മുൻഗണന അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മുൻഗണനയല്ല, ആദ്യം അവരിലൂടെ പറഞ്ഞത് അവരിലൂടെ ജാതികളിലേക്ക് ഇത് പരക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കണം. പൗലോസിന് സുവിശേഷത്തോടുള്ള കടം, 2 അവന്റെ ഒരുക്കം, 3 സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ പ്രശംസിക്കുന്ന ഒരു അനുഭവം. ഇത് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇവിടെ
ഫ്രിറ്റ്സ് ക്രീസ്ലർ എന്നൊരു ദൈവദാസൻ, ഒരു ഒരു മ്യൂസീഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആയിരുന്നു, ലോക പ്രസിദ്ധനായ ഒരു വയലിനിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് ദുർച്ചെലവുകളുള്ള മനുഷ്യനാണ്, അനാവശ്യമായി പണം ദൂർത്തടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും അങ്ങനെ പണമൊന്നും ഉണ്ടാകാറില്ല. ഒരുപാട് പണം ഉണ്ടാക്കും, പക്ഷെ ആ പണമെല്ലാം പെട്ടെന്ന് തീർക്കും. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരികിൽ ഒരു മ്യൂസിക് ഷോപ്പിൽ മനോഹരമായ ഒരു വയലിൻ ഇരിക്കുന്ന അദ്ദേഹം കണ്ടു. അപ്പോ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് വാങ്ങാനുള്ള പണമില്ല. അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. അദ്ദേഹം ധാരാളം പ്രോഗ്രാമുകൾ ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കി ആ ഷോപ്പിലേക്ക് മടങ്ങി വന്നു. ആ ഷോപ്പിൽ വന്നിട്ട് ആ വയലിൻ വാങ്ങാനായിട്ട് ചെന്നു. പക്ഷെ അദ്ദേഹം ആ ഷോപ്പിൽ ചെന്നപ്പോഴേക്കും ആ ഷോപ്പ് ഉടമ പറഞ്ഞത് ആ വയലിൻ വിറ്റുപോയി എന്നാണ്. അദ്ദേഹത്തിന് ആകെ നിരാശയായി. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ വയലിൻ വാങ്ങിയത്? അപ്പോ ആ ഷോപ്പ് ഉടമ പറഞ്ഞത്, ഇവിടെയുള്ള കളക്ടറാണ് അത് വാങ്ങിയത്. ഫ്രിറ്റ്സ് ക്രീസ്ലർ ആ കളക്ടറുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വാങ്ങാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വയലിനാണിത്, പക്ഷേ ഞാൻ പണവുമായി വന്നപ്പോഴേക്കും നിങ്ങളത് വാങ്ങിയെന്നറിഞ്ഞു. ഞാൻ അതിന്റെ പണം തന്നാൽ ആ വയലിൻ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴാ കളക്ടർ പറഞ്ഞു, ഇല്ല, ഞാനും ഇത് ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ്, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വയലിനാണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്, ഞാനിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ഫ്രിറ്റ്സ് ക്രീസ്ലർ അദ്ദേഹത്തോട് ഒരു അപേക്ഷ പറഞ്ഞു, എങ്കിൽ എനിക്കൊരു അവസരം തരണം, ഈ വയലിൻ ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് വായിച്ചോട്ടെ, എനിക്ക് ഒരു പ്രാവശ്യം ഈ വയലിനൊന്ന് വായിക്കാൻ അവസരം തരാമോ? ആ കളക്ടർ സമ്മതിച്ചു. ഫ്രിറ്റ്സ് ക്രീസ്ലർ ആ വയലിൻ എടുത്തു, തന്റെ കഴിവെല്ലാം ഉപയോഗിച്ച് മനോഹരമായ നിലയിൽ ആ വയലിൻ വായിച്ചു. അതിമനോഹരമായ സംഗീതം ആ വയലിൽ നിന്ന് മുഴങ്ങിക്കേട്ടു. അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കളക്ടർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഐ ഹാവ് നോ റൈറ്റ് ടു കീപ് ദാറ്റ് ടു മൈസെൽഫ്. ഇറ്റ്സ് യുവേഴ്സ്, മിസ്റ്റർ ക്രിസ്ലർ. ടേക്ക് ഇറ്റ് ഇൻ ടു ദ വേൾഡ് ആൻഡ് ലെറ്റ് പീപ്പിൾ ഹിയർ ഇറ്റ്. ഈ വയലിൻ എന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് യാതൊരു അവകാശമില്ല. ഇത് നിങ്ങൾ എടുക്കുക, ഈ ലോകം കേൾക്കട്ടെ നിങ്ങൾ എന്താണ് വായിക്കുന്നത്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സുവിശേഷം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കേട്ടു അതിനി നമ്മുടെ സ്വത്തായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല. ടേക്ക് ഇറ്റ് ഇൻ ടു ദ വേൾഡ് ആൻഡ് ലെറ്റ് പീപ്പിൾ ഹിയർ ഇറ്റ്. സുവിശേഷം ലോകത്തിന് വേണ്ടി കൊടുക്കുക, ലോകത്തിലേക്ക് എടുക്കുക, ലോകത്ത് ആളുകൾ കേൾക്കട്ടെ. നാം സുവിശേഷം കേട്ടത് കൊണ്ട് ലോകത്തോട് സുവിശേഷ നിമിത്തം ഞാനും നിങ്ങളും കടക്കാരാണ്. അതിനുവേണ്ടി പരമാവധി നമുക്ക് ഒരുങ്ങാം. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാണ് പൗലോസിന് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തത്? പൗലോസിന് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ വളരെ പ്രശംസയായിട്ട് പൗലോസ് അത് പറയാനുള്ള കാരണം എന്താ? അതിന്റെ കാരണം ഒന്ന് നാം ഇവിടെ വായിക്കുന്നു, അത് ദൈവശക്തിയാകും. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. സുവിശേഷത്തെ കുറിച്ച് പൗലോസിന് ലജ്ജയില്ലാത്തതിന്റെ കാരണം അത് ദൈവശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയുടെ ഒരു വലിയ പ്രകടനമാണത്. ഈ റോമാക്കാര് അവരുടെ നമ്മൾ റോമൻ മിത്തോളജി ഒക്കെ പഠിക്കുമ്പോൾ ശക്തിക്ക് അവർ വലിയ പ്രാധാന്യം കൊടുത്തു. ഇല്ല, നമ്മൾ ഈ റോമൻ ഇമേജസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി മസിലൊക്കെ ഉള്ള ആളുകളെയാണ് അവര് പോർട്രേ ചെയ്തിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശക്തിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. അവരുടെ നടുവിൽ പൗലോസ് പറയുകയാണ്, റോമാക്കാരോടാ പറയുന്നത്, റോമിലുള്ള വിശ്വാസികളോടാ പറയുന്നത്, ദൈവശക്തിയായിട്ടുള്ളത് എന്താണ്? അത് സുവിശേഷമാണ്. D.L. മൂഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: The gospel is like a lion. All the preacher has to do is to open the door of the cage and get out of the way. സുവിശേഷം ഒരു സിംഹത്തെ പോലെയാണ്. ഒരു പ്രസംഗം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ.
ആ ആ സിംഹത്തെ അടച്ചിട്ടിരിക്കുന്ന കൂട് തുറന്ന് അതിനെ പുറത്തേക്ക് ഇറക്കി വിടുക. അത് അതിന്റെ ശക്തിയെ പ്രകടിപ്പിക്കും. അത് തന്നെയാണ് നമുക്കുള്ളതായ ഒരു വലിയ ആഹ്വാനം. നമ്മൾ ചിലപ്പോൾ പറയുന്ന എന്താണ്, നമുക്ക് സുവിശേഷം പറയാൻ അറിഞ്ഞുകൂടാ, നമുക്കത് പറയാനുള്ള കഴിവില്ല. പക്ഷേ D.L. മൂഡിയെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ വൊക്കാബുലറി വളരെ മോശമായിരുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാമർ വളരെ മോശമായിരുന്നു. പക്ഷെ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സുവിശേഷകനായിട്ട് അദ്ദേഹം മാറി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദ ഗോസ്പൽ ഈസ് ലൈക്ക് എ ലയൺ. സുവിശേഷകൻ ആ കൂടൊന്ന് തുറന്നു വിട്ടാൽ മതി, ചെയ്യേണ്ടതെല്ലാം ആ ലയൺ ചെയ്തോളും. സുവിശേഷം അത് പ്രവർത്തിക്കും. നമ്മൾ ആ സുവിശേഷം ഒന്ന് അറിയിച്ചാൽ മതി, ആളുകളുടെ ഹൃദയത്തിലേക്ക്, കാതുകളിലേക്ക് ഒന്ന് അറിയിച്ചാൽ മതി, ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും. കാരണം അതിനകത്ത് ആ സുവിശേഷം തന്നെ ദൈവശക്തിയാണ്. ഈ ഫയലൊക്കെ അയക്കുന്ന സമയത്ത്, പവർ പോയിന്റോ അല്ലെങ്കിൽ വേർഡ് ഫയലോ PDF ഒക്കെ അയക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഫോണ്ട് അറ്റാച്ച് ചെയ്ത് അയക്കുക എന്ന് പറയും. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ചിലപ്പോ കിട്ടുന്നയാളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് അറ്റാച്ച് ചെയ്തേച്ചായിരിക്കും. അപ്പൊ കിട്ടുന്നയാള് ആ ഫോണ്ട് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്താൽ അത് വായിക്കാം എന്ന് പറയുന്ന പോലെ സുവിശേഷത്തിൽ തന്നെ സുവിശേഷത്തിന്റെ ശക്തി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശക്തി കൊണ്ടല്ല ഈ സുവിശേഷം പ്രസംഗിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കഴിവുകേടിനെ കുറിച്ചോ നമ്മുടെ ശക്തികേടിനെ കുറിച്ചോ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം അത് ദൈവശക്തിയാകുന്നു. ഇത് സിംഹാസനങ്ങളെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പൗലോസ് പ്രസംഗിച്ചു, റോമിൽ ചെന്ന് അഗ്രിപ്പാവിനോട് പ്രസംഗിച്ചു. അഗ്രിപ്പാവിനോട് പ്രസംഗിച്ചപ്പോ അഗ്രിപ്പ പൗലോസിനോട് എന്താ പറഞ്ഞേ? ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം പൗലോസ് ഒരു തടവുകാരനായിട്ടാ ചെന്നത്. തടവുകാരന്റെ പ്രസംഗം കേട്ട അഗ്രിപ്പ പറയുകയാണ്, നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ക്രിസ്ത്യാനിയാകാൻ എന്നെ നീ സമ്മതിപ്പിക്കുക. സുവിശേഷത്തിന്റെ ശക്തി അത്ര വലുതാണ്. 2, എന്തുകൊണ്ടാണ് പൗലോസിന് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തത്? പൗലോസ് പറയുകയാണ്, ഇറ്റ് ലീഡ്സ് ടു സാൽവേഷൻ. രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുവിശേഷം അത് മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കും. അത് മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോ ഈ കിഡ്നി സ്റ്റോൺ മാറാനായിട്ടുള്ളൊരു മരുന്ന് അതാർക്കുള്ളതാണ്? കിഡ്നി സ്റ്റോൺ വന്നവർക്കുള്ളതാണ്. ഇപ്പൊ ക്യാൻസറിന് ഒരു നല്ല മരുന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എയ്ഡ്സിന് നല്ലൊരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് എയ്ഡ്സ് ഉള്ളയാൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളയാൾക്കാണ്, ഇല്ലാത്തയാൾക്കും. പക്ഷെ സുവിശേഷത്തിനൊരു പ്രസക്തിയുണ്ട്. സുവിശേഷം എല്ലാവർക്കും ആവശ്യമുള്ള ദൂതാണ് ലോകത്തോട് അറിയിക്കുന്നത്. എല്ലാവർക്കും ഒരു രക്ഷ, ഒരു വിടുതൽ ആവശ്യമാണ്. അപ്പൊ പൗലോസിന് അറിയാം ഇത് രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. ഒരു മനുഷ്യന് കൊടുക്കാൻ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ദാനമാണ് രക്ഷ, സാൽവേഷൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. 3 പൗലോസ് പറയാണ്, ഇറ്റ് ക്യാൻ സേവ് എവരിവൺ. ദ സ്കോപ്പ് ഓഫ് ഗോസ്പൽ ഈസ് ദ ഹോൾ വേൾഡ്. ലോകം മുഴുവൻ, ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷത്തിന് പ്രസക്തിയുണ്ട്. ഇത് യെരുശലേമിലുള്ളവർക്ക് മാത്രമുള്ളതല്ല, ഇത് തിരുവല്ലായിലോ എറണാകുളത്തോ ഉള്ളവർക്ക് മാത്രമല്ല, ഇത് ലോകത്തിന്റെ അറ്റം വരെയും ഈ സുവിശേഷത്തിന് പ്രസക്തിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ നാളുകളിൽ ഇറങ്ങിയ ഒരു ദുരുപദേശത്തെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. ആ ദുരുപദേശത്തിന്റെ പേരാണ് യൂണിവേഴ്സലിസം. യൂണിവേഴ്സലിസം. ആ ഉപദേശം പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതോടെ ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോവും. അതാണ് യൂണിവേഴ്സലിസം പറയുന്നത്. എല്ലാവരും സ്വർഗത്തിൽ പോവും. യേശുക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഇനി ആരും ശിക്ഷിക്കപ്പെടുകയില്ല, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ഇല്ലേ? അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കരുതെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നൊക്കെയാ ചിലർ പഠിപ്പിക്കുക. ആ ഉപദേശത്തിന്റെ പേരാണ് യൂണിവേഴ്സലിസം. അതല്ല ബൈബിളിന്റെ ഉപദേശം. Gospel is only effective in those who believe it. രക്ഷ എന്നുള്ളത് എഫക്റ്റീവ് ആകുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ?
ആരാണോ ഈ സുവിശേഷം വിശ്വസിക്കുന്നത് അവർക്കാണ്. ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ആർക്കും കോവിഡ് വരാതിരിക്കുമോ? ഇല്ല. കോവിഡ് വാക്സിൻ എടുത്തവർക്കാണ് അതിന്റെ റിസൾട്ട് ഉള്ളത്. ഇതുപോലെ തന്നെയാണ് സുവിശേഷം സർവ്വലോകത്തിന്റെയും പാപത്തെ പരിഹരിക്കാനുള്ളതാണ്. പക്ഷെ അത് ആർക്കാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി ടു ദോസ് ഹു ബിലീവ് ഇറ്റ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഈ വാക്യമാണ് ഈ യൂണിവേഴ്സലിസം പഠിപ്പിക്കുന്നവര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ പാപത്തിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ്. ആ വാക്യം മാത്രം എടുത്താൽ നമുക്കത് ശരിയാണെന്ന് തോന്നും. പക്ഷെ എന്താ ബൈബിള് പറയുന്നത്? മറ്റു വാക്യങ്ങളിലേക്ക് കൂടെ നമ്മൾ നോക്കിയാൽ റോമർ 3:26 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കാണ് ഈ രക്ഷ എന്നുള്ളത് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 4-മതായി പൗലോസ് എന്തുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിച്ചില്ല? 4, സുവിശേഷം ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഇത് ദൈവനീതിയാകുന്നുവല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് നാം ലജ്ജിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ വാക്യത്തിൽ പറയുന്നു. ഈ 4-ാമത്തെ പോയിന്റ് ഞാൻ ഇലാബറേറ്റ് ചെയ്യാം. അതിനു മുൻപ് ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സുവിശേഷത്തെ കുറിച്ച് നമുക്ക് ലജ്ജയുണ്ടായാൽ അതിനെക്കുറിച്ച് തിരുവചനം പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. നാം സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കുറിച്ച് പറയാൻ ലജ്ജിക്കും. ഞാൻ പലപ്പോഴും എനിക്ക് എന്നെ ഏറ്റവും എൻകറേജ് ചെയ്തൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ്. അവിടെ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവരുടെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. കാരണം ദൈവം പലപ്പോഴും ഇസ്രായേൽക്കാരോട്, പ്രവാചകന്മാരോട്, മോശയോടൊക്കെ ഇടപെടുമ്പോൾ പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാകുന്നു. ഇത്ര ഉന്നതനായ ദൈവത്തിന് മനുഷ്യന്റെ അഡ്രസ്സിൽ തന്നെ പരിചയപ്പെടുന്ന ലജ്ജയില്ലേ? ലജ്ജയില്ല. കാരണം എന്താണെന്നറിയാമോ? അവര് ഈ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് പറയാൻ ലജ്ജിച്ചില്ല. അതുകൊണ്ടാണ് അവരുടെ പേരിൽ തന്നെ പരിചയപ്പെടുത്താൻ ലജ്ജിക്കാതിരുന്നത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് നാണിച്ചാൽ ഞാൻ നിങ്ങളെ കുറിച്ചും നാണിക്കും. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ലജ്ജിക്കരുത്. സുവിശേഷം ദൈവശക്തിയാണ്. 2, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്നു. 3, ഇറ്റ് ക്യാൻ സേവ് എവരിവൺ. ഇത് എല്ലാവർക്കും വേണ്ടതാണ്. 4, അത് ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചതാണല്ലോ. 26-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ സുവിശേഷം മനുഷ്യനെ, അവരെ രക്ഷയിൽ, മനുഷ്യർക്കുള്ള രക്ഷയിൽ ദൈവത്തിന്റെ നീതിയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. സുവിശേഷത്തിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. സുവിശേഷം ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും അവസാനം 17-ാമത്തെ വാക്യത്തിൽ, ഏതിൽ? സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമാണ്. അതുകൊണ്ടാണ് പൗലോസിന് അതിനകത്ത് ലജ്ജയില്ലാത്തത്.
ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം മുന്നോട്ട് പോയി കഴിഞ്ഞു. 17-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി എങ്ങനെയാ വെളിപ്പെടുന്നത്? വിശ്വാസം ഹേതുവായിട്ടാണ് വെളിപ്പെടുന്നത്, വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഒരുപാട് വിശദീകരണങ്ങൾ, പല വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു വാക്യമാണ്. എന്താണ് ഈ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും? NIV-യിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ബൈ ഫെയ്ത്ത്. തുടക്കം മുതൽ ഒടുക്കം വരെ വിശ്വാസത്താലാണ്. ഞാനിത് പല ട്രാൻസ്ലേഷൻസ് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ട്രാൻസ്ലേഷനായിട്ട് മനസ്സിലായത് ഈ മലയാളം ട്രാൻസ്ലേഷൻ. ഏറ്റവും നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്കാണ്. ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തിയത് വിശ്വാസം ഹേതുവായിട്ടും വിശ്വാസത്തിനായിക്കൊണ്ടുമാണ് എന്നാണ്. സെയിന്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു വിശദീകരണമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഫ്രം ദ ഫെയ്ത്ത് ഓഫ് ദോസ് ഹു കൺഫസ് ഇറ്റ് ബൈ വേർഡ് ഓഫ് മൗത്ത് ടു ദ ഫെയ്ത്ത് ഓഫ് ദോസ് ഹു പ്രൂവ് ഇറ്റ് ബൈ ദയർ ഒബീഡിയൻസ്. ആദരം കൊണ്ട് ഏറ്റുപറയുന്ന വിശ്വാസം മുതൽ അനുസരിക്കുന്ന വിശ്വാസം വരെ, അല്ലേ? അങ്ങനെയല്ലേ അതിനെ പറയേണ്ടത്? വിശ്വാസത്താൽ യേശുവിനെ കർത്താവിനെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. എന്നിട്ടോ ആ വിശ്വാസത്താൽ അനുസരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിനായിട്ട് അനുസരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്താ വായിക്കുന്നത്? വിശ്വാസം പ്രവൃത്തി കൂടാതെ നിന്റെ വിശ്വാസം കാണിച്ചു തരിക. അപ്പോൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരനുഭവം. ലൈറ്റ് ഫുട്ട് എന്നൊരു ദൈവദാസൻ പറഞ്ഞിങ്ങനെയാണ്, ഫെയ്ത്ത് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫെയ്ത്ത് ദ ഗോൾ. വിശ്വാസമാണ് തുടക്കം, ആ വിശ്വാസം തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ ആ വിശ്വാസം എത്തിപ്പിടിക്കുക. ബാരറ്റ് എന്നൊരു ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയട്ടെ, man is righteous by faith, he also lives by faith. നീതിമാനായി തീരുന്നത് വിശ്വാസത്താലാണ് മനുഷ്യൻ, എന്നാൽ അവൻ ജീവിക്കുന്നതും വിശ്വാസത്താൽ. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആത്മീയതയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരും പറയുന്നവരുമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. റോമാക്കാരെ കുറിച്ചുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പൗലോസ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു. റോമിലെ വിശ്വാസികളെ കുറിച്ച് തന്റെ ഹൃദയത്തിലുള്ള സ്ഥാനം പൗലോസ് വെളിപ്പെടുത്തി. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത പൗലോസിനുണ്ട്. മാത്രമല്ല, അവരെ അനുഗ്രഹിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് ആത്മീക വരം വല്ലതും നൽകാൻ പൗലോസ് ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഈ ഒരു നിലവാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി നാം കണ്ടത് പൗലോസിന് സുവിശേഷത്തോടുള്ള കമ്മിറ്റ്മെന്റാണ്. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. രണ്ടാമത് പൗലോസ് പറഞ്ഞു, സുവിശേഷത്തിനായി ഞാൻ എപ്പോഴും പ്രിപ്പയർഡാണ്. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തോട് താൻ കടപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കടബോധം നമുക്കുണ്ടോ? കടക്കാരനാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടോ? സുവിശേഷം പറയാൻ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? 3, ഈ സുവിശേഷത്തെ കുറിച്ച് നാം ലജ്ജിക്കുന്നുണ്ടോ? ലജ്ജിക്കുന്നവരാകരുത്, നാം പ്രശംസിക്കുന്നവരാണ്. എന്തുകൊണ്ടാ പൗലോസിന് ലജ്ജയില്ലാത്തത്? പൗലോസ് പറഞ്ഞു, ഈ സുവിശേഷം അത് ദൈവശക്തിയാണ്. 2, ഈ സുവിശേഷം രക്ഷിക്കുന്നതാണ്. 3, ഈ സുവിശേഷം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവാണ്. 4, സുവിശേഷം അത് ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ആ നീതിയെ ദൈവം വെളിപ്പെടുത്തുന്നത്? വിശ്വാസത്താൽ. സാൽവേഷൻ ബൈ ഫെയ്ത്ത്.
ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അതാണ് റോമാലേഖനത്തിന്റെ ജനറൽ തീം. ഇത് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവവചനം പഠിച്ച് നമ്മൾ ജീർണിച്ചു പോകരുത്. ദൈവവചനം പഠിക്കുന്നതിലൂടെ നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ സമർപ്പണത്തിൽ, നമ്മുടെ കമ്മിറ്റ്മെന്റിൽ ഒരു മാറ്റം വരും. അതിനായിട്ട് ദൈവവചനങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവവചനം ഏതെങ്കിലും മേഖലകളിൽ നമ്മോട് ഇടപെട്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കാം, സുവിശേഷത്തോടുള്ള സമർപ്പണത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, സുവിശേഷത്തെക്കുറിച്ചുള്ള ലജ്ജയോടുള്ള ബന്ധത്തിലായിരിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച്, കർത്താവേ, സുവിശേഷ നിമിത്തം ലജ്ജിക്കാനല്ല, സുവിശേഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്ന ഒരു ആത്മീയ ജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കുന്ന ദൈവം, വിശ്വാസത്തിനായി നീതീകരിക്കുന്ന ഒരു ദൈവം, ആ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവവചനം പഠിച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്നവരാകാൻ കർത്താവ് ഞങ്ങൾക്ക് ധൈര്യവും കൃപയും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് സുവിശേഷം പറയാൻ എപ്പോഴും ഒരുക്കപ്പെടുവാൻ, സുവിശേഷത്തെക്കുറിച്ച് അഭിമാനിക്കുവാൻ, സുവിശേഷം ലോകത്തിന്റെ മുന്നിൽ പറയേണ്ടവരാണെന്ന് ഒരു കടബാധ്യത, ഒരു ഉത്തരവാദിത്വ ബോധം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കർത്താവേ അവിടുന്ന് വേരൂന്നി ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും. ദൈവകൃപ ഞങ്ങളിൽ ധാരാളമായി പകരണം. ഞങ്ങളുടെ വ്യക്തി ബന്ധങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ കർത്താവ്. പൗലോസിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ കുടുംബങ്ങൾക്കകത്ത് ഒരു വലിയ വിടുതലായി മാറട്ടെ, അതൊരു വലിയ സൗഖ്യമായി മാറട്ടെ കർത്താവ്. വിശ്വാസത്താൽ, വിശ്വാസം ഹേതുവായി രക്ഷിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ വായിച്ചു. നീതീകരണം വിശ്വാസത്താൽ, വിശ്വാസം ഹേതുവായി, വിശ്വാസത്തിനായി എന്ന് ഞങ്ങൾ വായിക്കും. ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.